മത്സ്യവിഭവങ്ങളുടെ ഉപഭോഗത്തിൽ മലയാളി എന്നും മുന്നിൽ തന്നെ. കടൽ മത്സ്യങ്ങളാണ് ഇവയിലേറിയ പങ്കെങ്കിലും അവയോടൊപ്പം തന്നെ ഉൾനാടൻ മത്സ്യങ്ങളും മലയാളി സമൂഹത്തിന് ഏറെ ഇഷ്ടം തന്നെ. കേരളത്തിന്റെ നീർത്തടങ്ങളിൽ നിന്നും ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൾനാടൻ മത്സ്യങ്ങൾക്ക് ആഭ്യന്തര വിപണിയിലും കയറ്റുമതി രംഗത്തും പ്രിയമേറിയിരിക്കുന്നു. ആയിരത്തി 1993 ആരംഭിച്ച ജനകീയ മത്സ്യകൃഷി പദ്ധതിയും തുടർന്നുണ്ടായ ഒരു നെല്ലും ഒരു മീനും പദ്ധതിയും ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിൽ ഉണർവ് പകർന്നെങ്കിലും 2012 സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ ഈ മേഖല വിസ്മയകരമായ നേട്ടങ്ങൾ കൈവരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ഉൾനാടൻ മത്സ്യോൽപാദനം 1.5 ലക്ഷം ടണ്ണിൽ നിന്നും 2.5 ലക്ഷം ടണ്ണാക്കി ഉയർത്തുക എന്ന ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കി വരുന്ന ഈ ബൃഹത് പദ്ധതി സാംസ്കാരിക കൂട്ടായ്മയും സന്നദ്ധ സംഘടനകളും സ്വയം സഹായ സംഘങ്ങളും വ്യക്തികളും കർഷക സംഘങ്ങളുമെല്ലാം ഒരേപോലെ ഏറ്റെടുത്ത് വിജയപഥത്തിൽ എത്തിക്കുകയായിരുന്നു. പദ്ധതിയുടെ പ്രഥമഘട്ടമായിരുന്ന 2012-13 വർഷങ്ങളിൽ ഉൾനാടൻ മത്സ്യോൽപാദനം 28.5 ടൺ ആയിരുന്നപ്പോൾ 2013-14 രണ്ടാം ഘട്ടത്തിൽ ഉൽപാദനം 36,734 ടണ്ണായി ഉയർന്നു. ഈ വേളയിൽ 918 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽപ്പെട്ട 65,000-ഓളം കർഷകർ വിവിധ ജലകൃഷി രീതികളിൽ പങ്കാളികളായി. ഉൾനാടൻ മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മികച്ച പ്രകടനം കാഴ്ചവച്ച കർഷകർക്കും അനുബന്ധ ഘടകങ്ങൾക്കും സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണത്തിന്റെ രണ്ടാം ഘട്ടം ഇത്തവണ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുതലക്കോടം സെന്റ് ജോർജ് ഫെറോന ചർച്ച് ഓഡിറ്റോറിയത്തിൽ വച്ചു നടന്നു. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമായി മികച്ച നേട്ടങ്ങൾ കൈവരിച്ച ശുദ്ധജല കർഷകർ, ചെമ്മീൻ കർഷകർ, കരിമീൻ കർഷകർ, കല്ലുമ്മൈക്കായ് കർഷകർ, അക്വാകൾച്ചർ കോഓർഡിനേറ്റർമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവർക്കുള്ള 50-ലേറെ വരുന്ന പുരസ്കാരങ്ങളാണ് മത്സ്യസമൃദ്ധി പദ്ധതിയുടെ 2013-14 ഘട്ടത്തിന്റെ സമാപനാഘോഷ വേദിയിൽ സമർപ്പിക്കപ്പെട്ടത്. മത്സ്യസമൃദ്ധി സംസ്ഥാനതല അവാർഡ് 2014ന്റെ ഉദ്ഘാടന കർമ്മവും അവാർഡ് വിതരണവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മത്സ്യസമൃദ്ധി പദ്ധതി കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി പുതിയ രണ്ടാം ഘട്ടം അടുത്ത 3 വർഷത്തേക്ക് കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന മത്സ്യസമൃദ്ധി 2 എന്ന പുതിയ പദ്ധതിക്ക് രൂപം നൽകുകയാണ്. RKVY, CSS എന്നിവ സംസ്ഥാന വിഹിതം കൂടെ കൂട്ടി ധനസ്രോതസ്സുകളിലൂടെ RKVY ഉണ്ട്, CSS ഉണ്ട്, സംസ്ഥാന വിഹിതമുണ്ട്. ഈ 3 സഹായങ്ങൾ കൂടി സ്വരൂപിച്ചുകൊണ്ട് ഏതാണ്ട് 110 കോടി രൂപയോളം സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഈ മത്സ്യസമൃദ്ധി 2 എന്നത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റോഷി അഗസ്റ്റിൻ MLA, കേരള യൂണിവേഴ്സിറ്റി ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് വൈസ് ചാൻസലർ പ്രൊഫസർ B. മധുസൂദനക്കുറുപ്പ്, മത്സ്യസമൃദ്ധി പദ്ധതി സംസ്ഥാന സ്പെഷ്യൽ ഓഫീസർ S. അജയൻ, ഫിഷറീസ് അഡീഷണൽ ഡയറക്ടർ US സജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2 വർഷത്തെ അനുഭവം വെച്ചുകൊണ്ട് മത്സ്യസമൃദ്ധി പദ്ധതി ജനപങ്കാളിത്തം കൊണ്ടും ജനപ്രതിനിധികളുടെ സഹകരണം കൊണ്ടും വമ്പിച്ച വിജയമായി. ഉൽപാദന രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ഈ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യസമൃദ്ധി 2 എന്നുള്ള പേരിലൊരു പുതിയ പദ്ധതി 110 കോടി രൂപ അടങ്ങലുള്ള ഒരു പദ്ധതി നടപ്പാക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് ഇതുവരെ ഇല്ലാതിരുന്ന മേഖലകളിലേക്ക് മത്സ്യോൽപാദനം കൊണ്ടുവരാൻ വളരെയേറെ സഹായകരമായിട്ടുണ്ട്. ശാസ്ത്ര വൈജ്ഞാനിക രംഗത്തെ വിദഗ്ധരടങ്ങിയ ഒരു കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് അവാർഡിനർഹരായ മത്സ്യ കർഷകരെയും
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അക്വാകൾച്ചർ കോഓർഡിനേറ്റർമാരെയും കണ്ടെത്തിയത്. അവാർഡ് കമ്മിറ്റിയിൽ 5 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 പേരും ഈ എല്ലാ ജില്ലകളും സന്ദർശിച്ച് ഈ തിരഞ്ഞെടുക്കപ്പെട്ട 5 കർഷകരുടെ അവരുടെ കുളങ്ങളും അവരുടെ കർഷക സ്ഥലങ്ങളും കണ്ടതിന് ശേഷമാണ് ഒരു തീരുമാനത്തിൽ എത്തുന്നത്. ആ തീരുമാനത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ കിട്ടുന്ന കുളങ്ങൾ, ഏറ്റവും നല്ല രീതിയിൽ ശാസ്ത്രീയമായി തന്നെ അത് നടത്തുന്നവർ, പിന്നെ മുൻ പരിചയമുള്ളവർ, ഇങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സെലക്ഷൻ നടത്തുന്നത്. അവരുടെ പേഴ്സണൽ ഇൻ്റർവ്യൂ നടത്തിയാണ് ഇത് ചെയ്യുന്നത്. അത് വളരെ സുതാര്യമായി തന്നെ അവരുടെ മുൻപിൽ വെച്ച് എല്ലാ കാര്യങ്ങളും ശേഖരിച്ച് അതിനുശേഷം കമ്മിറ്റി കൂടി അതിനൊരു തീരുമാനമെടുക്കുകയാണ്. ആ ഡിസ്ട്രിക്ട് ലെവലിൽ കിട്ടുന്ന എല്ലാ അംഗങ്ങളെയും അതിനെ റാങ്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഓരോ കാറ്റഗറിയിലുമുള്ള സ്റ്റേറ്റ് ലെവൽ ഹോൾഡേഴ്സിനെ എടുക്കുന്നു. അങ്ങനെ 6 സ്റ്റേറ്റ് ലെവൽ അവാർഡീസിനെയും ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. വർദ്ധിച്ച രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം, കർഷകരുടെ ഒരു മുന്നേറ്റം, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പദ്ധതിയിൽ വളരെ തൻ്റെ ഇടത്തോടു കൂടി അവരവരുടെ ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകി മുന്നോട്ട് വരാനും കർഷകർക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഒക്കെ നിരവധി തദ്ദേശ സ്വയംഭരണം മുന്നോട്ട് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് ഒരുപക്ഷെ ജനങ്ങളിൽ, അതായത് എവിടെയെല്ലാം സ്ഥലങ്ങളുണ്ടോ അവിടെയൊക്കെ മത്സ്യം വളർത്തണം, അനുയോജ്യമായ സ്ഥലത്ത് മത്സ്യം വളർത്തണം എന്നുള്ള ആ ഒരു ജനങ്ങളുടെ ഒരു മുന്നേറ്റവും, അതുപോലെ വരുന്ന കേരളത്തിൽ ഒരുപക്ഷെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പോലെ ശ്യാമ വിപ്ലവം കേരളത്തിൽ നിന്ന് ആരംഭിക്കുന്ന തരത്തിൽ ഉള്ളൊരു മുന്നേറ്റമാണ് നമുക്ക് മത്സ്യസമൃദ്ധി പദ്ധതിയിലൂടെ കാണാൻ കഴിയുന്നത്. കാരണം മത്സ്യസമൃദ്ധി പദ്ധതിയുടെ വർദ്ധിച്ച ജനപങ്കാളിത്തവും സ്വീകാര്യതയും നമുക്ക് ഈ ഇതുപോലെയുള്ള പദ്ധതികൾ കൂടുതൽ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ ഉൽപ്പാദന രംഗത്ത് ഉൾനാടൻ മത്സ്യമേഖലയിലാണ് വളരെയധികം വർധനവ് ലക്ഷ്യമാകുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 1.86 വന്നു നിൽക്കുകയാണ്. എന്നാൽ കടൽ മേഖലയിൽ മത്സ്യോൽപാദനം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. വളരെയധികം സാധ്യതകൾ നമ്മുടെ ഈ മേഖലകളിൽ, ഉൾനാടൻ മേഖലയിലുണ്ട്. ഒരുപക്ഷെ കേരളത്തിൻ്റെ റിസർവെയർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം മത്സ്യങ്ങളെ വളർത്തി നമ്മുടെ ആഭ്യന്തര വിപണിയിൽ ലഭ്യമാക്കുന്നതിനും അതുവഴി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം ഈ പദ്ധതി സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. സംസ്ഥാന തലത്തിൽ മികച്ച ശുദ്ധജല കർഷകനുള്ള പുരസ്കാരത്തിന് ആലപ്പുഴ കല്ലൻ റോഡ് വൈക്കത്തുകാരൻ ഹൗസിലെ VJ സക്കറിയ അർഹനായി. 6.5 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന 5 കുളങ്ങളിൽ നിന്നും മത്സ്യകൃഷിയിലൂടെ മികവുറ്റ നേട്ടം തന്നെയാണ് VJ സക്കറിയ കൈവരിച്ചത്. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. അവാർഡ് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അംഗീകാരം കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 8.5 ഏക്കർ ചെയ്യും. ഞാൻ ഒരുമാതിരിപ്പെട്ട മീനെല്ലാം ചെയ്തിട്ടുണ്ട്. റെഡ് ബെല്ലി ചെയ്തിട്ടുണ്ട്, മലേഷ്യൻ ഏഷ്യൻ കാറ്റ് ഫിഷ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും നല്ലതായിട്ട് കണ്ടിരിക്കുന്നത് തിലോപ്പിയാണ്. ഒരു ഏക്കറിൽ നിന്ന് ഈസി ആയിട്ട് ഒരു 30,000-40,000 രൂപ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സംസ്ഥാന തലത്തിലെ മികച്ച ചെമ്മീൻ കർഷകനുള്ള പുരസ്കാരത്തിന് കണ്ണൂർ ചെറുകുന്ന് തോട്ടത്തിൽ ബാലൻ അർഹനായി. ശാസ്ത്രീയ പരിപാലന മുറകൾ അവലംബിച്ച് ചെമ്മീൻ കൃഷി നടത്തിവരുന്ന തോട്ടത്തിൽ ബാലൻ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി 1,04,000 ചെമ്മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചാണ് കഴിഞ്ഞ വർഷം കൃഷി നടത്തിയത്. തോട്ടത്തിൽ ബാലനു വേണ്ടി മകൻ ജനാർദ്ദനൻ അവാർഡ് ഏറ്റുവാങ്ങി. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങിയതാണ് പുരസ്കാരം. അവാർഡ് കിട്ടിയത് വളരെ സന്തോഷമാണ്. അച്ഛൻ പഴയ തലമുറയിൽപ്പെട്ട കർഷകനാണ്. കണ്ണൂർ ജില്ലയിൽ നിന്ന് അപൂർവം കൃഷിക്കാർക്ക് മാത്രമേ MPDയുടെ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരാളാണ്. പരമാവധി കണ്ണടുപ്പുള്ള നെറ്റൊക്കെ ഉപയോഗിച്ച് മറ്റു മത്സ്യങ്ങളോ ജീവികളോ ഒന്നും കയറാതെ വെള്ളം അരിച്ച് കയറ്റി അതിൽ ആവശ്യമായ വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് ബ്ലൂം വരുത്തി നല്ല കുഞ്ഞുങ്ങളെ നല്ല ഹാച്ചറിയിൽ നിന്ന് തിരഞ്ഞെടുത്ത് ടെസ്റ്റ് ചെയ്ത് അതിൽ ഉറപ്പുവരുത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ട് സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കൃഷി പരിപാലന മുറകൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഫീഡ് കൊടുക്കുക. ഫീഡ് കൊടുക്കുന്നത് പിന്നെ നന്നായി വളരട്ടെ എന്ന് കരുതിയിട്ട് കൂടുതൽ തീറ്റ വലിച്ചെറിയാതിരിക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ പ്രശ്നം വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക.
സംസ്ഥാനതല മികച്ച കരിമീൻ കർഷകനായി തിരുവനന്തപുരം വെന്നിക്കോട് രത്നവിലാസത്തിലെ എസ് സുനിലിനെ തെരഞ്ഞെടുത്തു. കരിമീൻ വിൽപ്പനയിലൂടെയുള്ള മികച്ച വരുമാനത്തിനൊപ്പം 2013-14 വർഷത്തിൽ 50,000-ഓളം കരിമീൻ കുഞ്ഞുങ്ങളെ സർക്കാർ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമായി വിൽക്കാനും ഈ കർഷകന് കഴിഞ്ഞു. 10,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങിയ പുരസ്കാരം എസ് സുനിൽകുമാർ ഏറ്റുവാങ്ങി. 2 ഏക്കറോളം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മത്സ്യകൃഷി അവർക്ക് ഫിഷറീസിന് കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 3,000-ഓളം കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ വർഷവുമായിട്ടൊക്കെ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ട്. ഫിഷറീസിൽ തന്നെ കുഞ്ഞുങ്ങളെ അല്ലാണ്ട് ഞാൻ നമ്മുടെ കായലിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെയും ബ്രീഡേഴ്സ് വലുതിനെ പ്രത്യേകം എടുത്തിട്ട് ബ്രീഡേഴ്സായിട്ട് മാറ്റി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും അത് തന്നെ വളർത്തി വിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. സംസ്ഥാനതല മികച്ച കല്ലുമ്മേക്കായ് കർഷകനുള്ള പുരസ്കാരം കാസർഗോഡ് വലിയ പറമ്പ് ഇടയിലക്കാട് PV സരിതയ്ക്ക് ലഭിച്ചു. വീട്ടുജോലിയിലും ഇതര കൃഷികളിലും മറ്റു തിരക്കുകൾക്കുമിടയിലാണ് സ്വന്തം നാട്ടിലെ കവ്വായി കായലിൽ PV സരിത കല്ലുമ്മേക്കായ് കൃഷി ചെയ്യുന്നത്. 6 മാസം കൊണ്ട് ഇതിൽ നിന്നും 1 ലക്ഷം രൂപ അറ്റാദായമുണ്ടാക്കുവാൻ ഈ വീട്ടമ്മയ്ക്ക് കഴിഞ്ഞു. 10,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന പുരസ്കാരം PV സരിത മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി. നമ്മുടെ വീടിന് മുന്നിൽ കായലാണ്, അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ 5 മാസത്തിൽ ഇത്രയും നല്ല വെള്ളം വരുന്ന ഒരു കൃഷി വേറെ ഇല്ല. നല്ല ലാഭകരമായ കൃഷിയാണിത്. അതുകൊണ്ട് കുടുംബശ്രീക്കാരും എല്ലാ സ്ത്രീകളും നന്നായി ചെയ്യുന്നുണ്ട്. സംസ്ഥാനതല മികച്ച അക്വാകൾച്ചർ കോഓർഡിനേറ്റർക്കുള്ള പുരസ്കാരത്തിന് പത്തനംതിട്ട റാന്നി ഗ്രാമപഞ്ചായത്തിലെ ലേഖ മനോജ് അർഹയായി. പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന മലയോര ഗ്രാമത്തിൽ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കർഷകരിലേക്ക് എത്തിച്ച് സാക്ഷാത്കരിച്ച ഊർജ്ജസ്വലമായ കർമ്മ പരിപാടിക്കാണ് ലേഖ മനോജിന് ഈ പുരസ്കാരം നൽകുവാൻ അവാർഡ് കമ്മിറ്റി നിശ്ചയിച്ചത്. 5,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റുമാണ് പുരസ്കാരം. ഞാൻ 2012 റാന്നി പഞ്ചായത്തിൽ ഈ പദ്ധതി മത്സ്യസമൃദ്ധി പദ്ധതിയിൽ ആദ്യമായി ജോയിൻ ചെയ്തു. 19 കർഷകരെ കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു പദ്ധതിയിൽ ഇറങ്ങി തിരിച്ചപ്പം എൻ്റെ പഞ്ചായത്തിൽ PLSC അറേഞ്ച് ചെയ്തിട്ട് എല്ലാ വാർഡ് മെമ്പർമാരോടും ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് മത്സ്യക്കുളങ്ങളുള്ള വാർഡുകളിലെ എല്ലാ കർഷകരും കണ്ടെത്തി തരണമെന്ന്. ഇപ്പം 70 കർഷകരോളം റാന്നി പഞ്ചായത്തിൽ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ അത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കുന്ന പഞ്ചായത്തിൽ പ്ലാനിംഗ് ഫണ്ടിൽ നിന്ന് പ്രോജക്റ്റ് വെച്ച് 50,000 പ്രോജക്റ്റ് വെച്ച് മോട്ടറും വലയും വാങ്ങിക്കൊടുത്തു. പിന്നെ ഈ 3 വർഷക്കാലമായിട്ട് അടുപ്പിച്ച് ചിങ്ങം 1 കർഷകരെ ആദരിക്കുന്ന ആ ചടങ്ങിൽ വെച്ച് മത്സ്യകർഷകരെ കൂടി ആദരിക്കണമെന്ന് പഞ്ചായത്ത് ക്ലബ്ബ് തീരുമാനമെടുക്കുകയും കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കർഷകരെ ആദരിക്കുകയും ചെയ്തു. സംസ്ഥാനതല മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു. മത്സ്യകൃഷി പ്രോത്സാഹനത്തിലും മത്സ്യമേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചാണ് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി മാതൃകയാകുന്നത്. 25,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന പുരസ്കാരം മുനിസിപ്പാലിറ്റി ഭരണസമിതി പ്രതിനിധികൾ ചടങ്ങിൽ ഏറ്റുവാങ്ങി. നഗരസഭക്കകത്ത് 6 ചെമ്മീൻ കർഷകർ നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. 35 യൂണിറ്റ് കല്ലുമ്മക്കായ കൃഷി നടത്തി വരുന്നു. കഴിഞ്ഞ വർഷം തന്നെ 16 ടൺ ചെമ്മീനും അതുപോലെ തന്നെ 18 ടണ്ണോളം കല്ലുമ്മക്കായും വിളവെടുപ്പ് നടത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നഗരസഭയുടെ മത്സ്യകൃഷിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ ലീസിന് കൊടുക്കുന്നതിന് നഗരസഭ തയ്യാറാകാറുണ്ട്. ഇതൊക്കെയാണ് നഗരസഭയെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. പുതിയ പദ്ധതി നമ്മുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി നഗരസഭത്തെ പല കുളങ്ങളുമുണ്ട്. അപ്പോൾ ആ കുളങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ശുദ്ധജല മത്സ്യകൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതിൽ ഏറ്റവും നല്ല മാതൃകാ കുളം എന്നുള്ള നിലയിൽ പയ്യന്നൂർ നഗരസഭത്തെ രാമൻകുളം ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെൻറ്. മികച്ച ശുദ്ധജല മത്സ്യ കർഷകർക്കുള്ള ജില്ലാതല പുരസ്കാരങ്ങൾ, മികച്ച ചെമ്മീൻ കർഷകർക്കുള്ള ജില്ലാതല പുരസ്കാരങ്ങൾ, മികച്ച അക്വാകൾച്ചർ കോഓർഡിനേറ്റർമാർക്കുള്ള ജില്ലാതല അവാർഡുകൾ എന്നിവ ചടങ്ങിൽ ഏറ്റുവാങ്ങി. മത്സ്യകൃഷി ചെയ്യുന്നത് ഈ ഫിഷറീസിൻ്റെ മത്സ്യമിടും. പിന്നെ ഞങ്ങൾക്ക് കുളങ്ങളുണ്ട്, അതിനകത്ത് കരിമീൻ കൃഷി ചെയ്യുന്നുണ്ട്.
പിന്നെ പാടത്ത് കൊഞ്ച് കൃഷി ചെയ്യുന്നുണ്ട്. സമൃദ്ധിക്കാർ തരുന്ന മീൻ അത് ഞങ്ങൾ സീസണായിട്ടാണ് 6 മാസമൊക്കെ ആകുമ്പോൾ അത് പിടിച്ചത് വിൽപ്പനയ്ക്ക് 3/4 കിലോ 1 കിലോ ഒക്കെ ഏകദേശം അടുത്ത് കിട്ടുന്ന മീനുകളുണ്ട്. ഫീഡ് വാങ്ങിച്ചു കൊടുക്കുന്നു, അതിന് തവിടും പിണ്ണാക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കരിമീൻ എല്ലാത്തരം ഇതും പറ്റും, അതുകൊണ്ട് ഇലകൾ അങ്ങനെയുള്ളത്, പിന്നെ ഫീഡ് പ്രത്യേകം മേടിക്കാൻ കിട്ടുന്നത് അത് വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങളുടെ തനതായ അതായത് പിണ്ണാക്ക് അങ്ങനെയൊക്കെ കൂട്ടിക്കുഴച്ചൊക്കെ ഉള്ള ഒരിതുണ്ട്, അത് കൊടുക്കും. വിൽപ്പന ഞങ്ങൾ സീസണാണല്ലോ, അപ്പോൾ ആ സമയത്ത് പിടിച്ച് കിട്ടുന്നത് കൊടുക്കും. പിന്നെ കരിമീൻ തീരെ ചെറുതിനും ഇടത്തരത്തിനൊക്കെ വിലയുണ്ട്, 10-20 രൂപ വിലയൊക്കെ വെച്ച് ഞങ്ങൾ ആൾക്കാർക്ക് പിടിച്ച് വലുതിനെ കൊടുക്കാറില്ല, ഞങ്ങൾ സീഡിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ക്ലബ്ബ് മുഖാന്തരം മത്സ്യബന്ധന വലകൾ നിർമ്മിക്കുന്നുണ്ട്. പിന്നെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും പഠനത്തോടൊപ്പം വരുമാന ലക്ഷ്യത്തെ മുൻനിർത്തി കൂൺകൃഷി പരിശീലനം നൽകുന്നുണ്ട്. മത്സ്യകർഷക ദിനം ആചരിക്കാറുണ്ട്. മത്സ്യബന്ധന ദിനം കഴിഞ്ഞ ദിവസം ആചരിച്ചു. മത്സ്യസമൃദ്ധി പുരസ്കാരദാന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന ഉൾനാടൻ മത്സ്യ കർഷക സംഗമം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇപ്പോൾ നല്ല തുടക്കം കുറിച്ചിരിക്കുന്നു. 65,000-ഓളം കർഷകർ ഈ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കൂടുതൽ വ്യാപിപ്പിക്കണം. കുട്ടനാട്ടിൽ ഒരു നെൽകൃഷിയും ഒരു തവണ 2 കൃഷിയിൽ നിന്നുള്ളത് ഒറ്റ തവണ നെൽകൃഷിയും പിന്നീട് മത്സ്യകൃഷിയും എന്നുള്ള കാര്യം അവിടെ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തിക്കണം. ഇതുപോലുള്ള പ്രദേശങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി ഈ ഉൾനാടൻ മത്സ്യകൃഷി വിജയിപ്പിക്കുവാനുള്ള ഈ പരിശ്രമത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു. മത്സ്യകൃഷി നൂതന പ്രവണതകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സിമ്പോസിയം ഡോക്ടർ KK അപ്പുക്കുട്ടൻ, G രാജേന്ദ്രൻ, KJ പ്രസന്നകുമാർ എന്നിവർ നയിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ C മോഹനകുമാരൻ നായർ വിഷയം അവതരിപ്പിച്ചു. ഉൾനാടൻ മത്സ്യകൃഷി മേഖലയിൽ കർഷകർക്കുള്ള ആശങ്കകളും സംശയങ്ങളും ദൂരീകരിക്കാനും ശാസ്ത്ര പുരോഗതിയെ അടുത്തറിയാനും ഈ ചർച്ച പ്രയോജനപ്പെട്ടു. മത്സ്യ കോർഡിനേറ്റർമാർ, ക്ലബ്ബുകൾ, പഞ്ചായത്തുകൾ ഇവയെല്ലാം കൂടെ സ്വരൂപിച്ചു കൊണ്ടാണ് നമ്മളൊരു 3 ടയർ സിസ്റ്റത്തിലാണ് ഈ മത്സ്യ സമൃദ്ധി പദ്ധതി രൂപം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം തന്നെയാണ് ഈ മത്സ്യ സമൃദ്ധി പദ്ധതിയിൽ ഇത്രത്തോളം പങ്കാളിത്തവും ഈ മത്സ്യ സമൃദ്ധി പദ്ധതി ഇത്രത്തോളം വിജയം കൈവരിക്കാൻ സാധിച്ചത്. കുളങ്ങളിലുള്ള കൃഷിയാണ് മെയിനായിട്ട് മത്സ്യസമൃദ്ധി 1 നമ്മൾ ഊർജിതമായിട്ട് ചെയ്തതെങ്കിൽ ഇനി 2ാം കൃഷി ഘട്ടത്തിൽ പബ്ലിക് വാട്ടേഴ്സിനെ എങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം. ആ രീതിക്ക് നമുക്കാണ് മറ്റ് സംസ്ഥാനങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് വാട്ടർ സോഴ്സസ് കൂടുതൽ. ഈ വാട്ടർ സോഴ്സസും കൂടെ നമ്മൾ ജലകൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചാൽ വൻതോതിൽ നമ്മളുടെ മത്സ്യോൽപാദനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തുന്ന വളരെ മുഖ്യമായൊരു പദ്ധതിയാണ് മത്സ്യസമൃദ്ധി. അതിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കർഷകരെയും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആദരിക്കുന്നതിന് വേണ്ടിയുള്ള അവാർഡ് ദാന ചടങ്ങ് ഇടുക്കി ജില്ലയിൽ ലഭിച്ചു എന്നുള്ളത് ഇടുക്കി ജില്ലയ്ക്ക് വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയുടെ വിളവെടുപ്പ് ഏകദേശം 375 ടണ്ണാണ്. ജില്ല അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്, മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്, ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ജലസമ്പത്ത് ഉള്ളത് റിസർവോയറുകളാണ്. ആ റിസർവോയറുകൾ പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ അധീനതയിലാണ്. അവിടുത്തെ ഫിഷിംഗ് റൈറ്റ്, മത്സ്യബന്ധനാവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് ഇതേവരെ വിട്ടുകിട്ടിയിട്ടില്ല. അങ്ങനെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനാവകാശം വിട്ടുകിട്ടുകയും അതിനോടനുബന്ധിച്ച് റിസർവോയറുകളോടനുബന്ധിച്ച് രൂപീകരിച്ചിരിക്കുന്ന ഫിഷറി സഹകരണ സംഘങ്ങൾക്ക് അവിടെ നിന്ന് മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള അധികാരം കിട്ടുകയും ചെയ്താൽ ഇവിടുത്തെ മത്സ്യകൃഷിയിൽ ഇടുക്കി ജില്ല സംസ്ഥാനത്തെ ഏറ്റവും 1ാമത്തെ ജില്ലയായിട്ട് മാറും. സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച മത്സ്യസമൃദ്ധി 2 എന്ന പദ്ധതിയിലൂടെ സമഗ്രമായൊരു കാർഷിക വിപ്ലവം തന്നെ തീർക്കും എന്ന പ്രതീക്ഷയേകിക്കൊണ്ടാണ് 2014 മത്സ്യസമൃദ്ധി സംസ്ഥാനതല പുരസ്കാരദാന ചടങ്ങ് സമാപിച്ചത്.